ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി പോയി ഡൽഹിയിലേക്ക് മടങ്ങി വരാം. അരൂരിൽ നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. ശരത്ത്, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഈ വീഴ്ചയിൽ പ്രതിഷേധിക്കുകയാണോ നാട്ടുകാർ? കാരണം പൂർണ്ണമായും ഗതാഗതം നിയന്ത്രിക്കാതെ വാഹനം കടത്തിവിട്ടതിലും വേണ്ടത്ര സുരക്ഷ ഏർപ്പാടാക്കാത്തതിലുമാണ് നാട്ടുകാരുടെ പ്രതിഷേധമുള്ളത്. കേൾക്കാം അവരെന്താ പറയുന്നത്. അറിയാമോ അവരുടെ ഇത് കണ്ടോണ്ട് അവരിപ്പോഴും നിർത്തുന്നു. എന്താ പറയാ, അവർക്ക് അടുത്ത് സംഭവിച്ച കാരണം ഈ പ്രശ്നം അത്ര ബുദ്ധിമുട്ടുണ്ട്. അവർ നേരിൽ കണ്ടതാണ് കളക്ടർ ഉത്തരവുണ്ട്. ഇതിനകത്ത് ഈ കാർഡുണ്ടല്ലോ, ഈ പറഞ്ഞേക്കുന്ന ഈ വെച്ചേക്കുന്ന സംഭവം ഇത് മാറ്റിയിട്ട് ഇത് കഴിഞ്ഞ വർക്ക് കഴിഞ്ഞ സ്ഥലങ്ങളിൽ ഇതെല്ലാം മാറ്റി റിമൂവ് ചെയ്ത് റോഡ് സുഗമമാക്കത്തോടെ എവിടെയാണ് സാറിന് കാണിച്ചത്? സാറ് രാവിലെ 6 മണി മുതൽ 10 മണി വരെ ഈ റോഡ് യാത്രയുടെ അവസ്ഥ 10 മാസം ഈ സാധനങ്ങൾ സുഗമമായിട്ട് റോഡ് ഒരാളും ചെയ്തിട്ടില്ല. ഒരാളെ ഇതിനെ കുറിച്ച് ചോദിക്കണത് ഒരാളും ചോദിക്കണില്ല. ശ്രമിച്ചു സാറേ. സാധാരണ സാറാണെങ്കിലും ആരാണെങ്കിലും ഈ പറഞ്ഞ അനുഭവം വന്നാല് സാറിനും വരും എനിക്കും വരും. ഇവിടെ ഞാൻ പറഞ്ഞ 10,000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളുള്ള സ്ഥലമാണ്. 10,000 സ്കൂളുകൾ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളുണ്ട്. ഒരു സ്കൂളിൽ പോലും കറക്റ്റ് സമയത്ത് ക്ലാസ് തുടങ്ങാൻ പറ്റില്ല. എന്തുകൊണ്ടായിരിക്കും? ഇത്തരം ഒരു രീതിയിലും നിങ്ങൾ അതിനെ ഡിവൈഡ് ചെയ്യണില്ല. ഒരാൾ സൊല്യൂഷൻ നടപടി സ്വീകരിക്കാത്തതുകൊണ്ടാണ് വിഷയം. അവർക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം എന്തിനാ? അരുൺകുമാർ, അതായത് അല്പസമയം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ കമ്പനിയുടെ ആളുകൾ ഇവിടെ പ്രതികരണം നടത്തിയിരുന്നു. ഈ അപകടത്തെക്കുറിച്ച് അവർ വിശദീകരിക്കുന്ന സമയത്ത് ഇവിടെ വാഹന നിയന്ത്രണം, ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി എന്ന് അദ്ദേഹം പറഞ്ഞതിന് പിന്നാലെയാണ് നാട്ടുകാർ തരത്തിൽ പ്രകോപിതരായത്. അവർ പിന്നാലെ ഇത്തരമൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല, ഇവർ സമാധാനം പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഒരു പ്രതിഷേധം എന്നോണം ഇവിടെ ഇപ്പോൾ തടിച്ചുകൂടി നിൽക്കുകയാണ്. ഇപ്പോൾ പോലീസ് ഈ നാട്ടുകാരെ നിയന്ത്രിച്ചിരിക്കുകയാണ്. നാട്ടുകാരുടെ ആവശ്യം നിരന്തരം അപകടം ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. ഈ കമ്പനിക്കെതിരെ ഇതുവരെ ഒരു എഫ്ഐആർ പോലും ഇട്ടിട്ടില്ല. അങ്ങനെ ഒരു വീഴ്ചയുണ്ടായിട്ട് സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചതടക്കം നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. 40-ലധികം മരണങ്ങൾ വാഹനാപകടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ തന്നെ നിർമ്മാണ കമ്പനികൾക്ക് പങ്കുണ്ട് എന്നടക്കം നാട്ടുകാർ പറയുന്നു. ആ രീതിയിൽ കാര്യങ്ങളാണ് നാട്ടുകാർ പൂർണ്ണമായിട്ടൊന്ന് വിരോധിക്കോ? തീർച്ചയാണത്, സത്യമാണത്. പോയപ്പോ അവന്റെ വീട്ടുകാർക്ക് പോയി. അറിയാവോ, അത്ര ബുദ്ധിമുട്ടുണ്ട്, അത്ര വിഷമമുണ്ട് നാട്ടുകാർക്ക്. നാട്ടുകാരെ കണ്ട് ശ്രമിച്ചതാണ് ഒരുപാട്. ഇഷ്ടംമാതിരി നാട്ടുകാരെ അറിയാവോ, അവര് തീർച്ചയായിട്ടും ഈ അപകടം നടക്കത്തില്ല. അറിയാവോ, ആരുമില്ല. അവരെ പണിക്കാരുമാരത്താണ്, അവർക്ക് അതിന്റേതായ ബുദ്ധിമുട്ടുണ്ടാവും. ഇത്രയും വലിയ ബിൽഡിംഗ് ചെയ്യണം, ഇത്രയും വലിയ കോടിക്കണക്കിന് രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. ഇതിന് ഇത്ര സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് വേണം, അവരുടെ പ്രസൻസ് വേണം. ഒരു നാഷണൽ ഹൈവേയുടെ പ്രസൻസ് ഇവിടെ ഉണ്ടാവില്ല. സാർ ഏതെങ്കിലും ഒരു സമയത്ത്, സാർ ഞാനിവിടെ സ്ഥിരമായിട്ട് രാത്രി, ഞാൻ കളമശ്ശേരി വരെ ജോലി ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് സ്ഥിരമായിട്ട് രാത്രി ഞാൻ 9-10 മണിക്ക് ഇവിടെ കവർ ചെയ്ത് പോകുന്നത്. നിങ്ങൾക്കറിയാം, ഒരൊറ്റ സ്കിൽഡ് എംപ്ലോയീസ് ഇതിന് വേണ്ടിയിട്ട് സമയത്ത് ഇവിടെ സ്പെൻഡ് ചെയ്യൂല. ഇവിടെ നാഷണൽ ഹൈവേയുടെ ഒരു അതോറിറ്റിയിൽ ഒരു ആൾക്കാരും ഉണ്ടാവില്ല. ഇവരെ കുറച്ച് ഹിന്ദിക്കാരുണ്ട്, ആ ലേബേഴ്സ് അവരേറ്റവും താഴെ കിടക്കുന്ന ലേബേഴ്സ് ആണ്. അവർക്ക് സ്കിൽഡ് എംപ്ലോയീസ് അല്ല, അവരെ ലേബേഴ്സ് ആണ്. ലേബേഴ്സിന് കൊടുക്കാവുന്ന പ്രയോറിറ്റി അത് മാത്രമേ ഉള്ളൂ. അവരത് ഹാൻഡിൽ ചെയ്യും. എന്നുവെച്ചാൽ ഇതൊന്നും കൈ കാണിക്കും, ഒരു ക്രൈം കൊണ്ടൊരു പൊക്കി വെക്കും. ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതെ, അവർക്കുള്ള പണി എന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും താഴെ കിടക്കുന്ന ആൾക്കാരാണ്. ആ താഴെ കിടക്കുന്ന ആൾക്കാർക്ക് ചെയ്യാവുന്ന സ്കിൽഡ് എംപ്ലോയീസ് അല്ല അവര് ചെയ്യേണ്ട ജോലികൾ മാത്രമേ ചെയ്യുള്ളൂ. പക്ഷെ ഇതിന് മുകളിൽ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് കൺട്രോൾ ചെയ്യാനാ, അല്ലെങ്കിൽ അതിന് ഗൈഡ് ലൈൻ കൊടുക്കാൻ ഒരാൾ പോലും നിൽക്കാറില്ല. നിങ്ങൾ വേണമെങ്കിൽ ഇന്ന് രാത്രി വേണമെങ്കിൽ നിന്ന് നോക്കൂ, ഇന്ന് രാത്രി പോലും ഇതിനകത്ത് സ്കിൽഡ് ആയിട്ട് ഒരു എംപ്ലോയി ഉണ്ടാവൂല. 100% ഇന്നേ വരെ ചെയ്തിട്ടില്ല. നടപടിയെടുക്കണ്ടേ? എന്തൊക്കെ അപകടങ്ങൾ നടന്നു. ഒരു രീതിയിലും ഒരു വർക്ക് ഒരു രീതിയിലും നമ്മുടെ വർക്ക് ചെയ്യണില്ല. ഓക്കെ, നാട്ടുകാരുടെ പ്രതിഷേധം. ബഷീർ കൂടിയുണ്ട്. ബഷീർ, ഈ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് ദേശീയപാത അതോറിറ്റിക്കാർ പറഞ്ഞത്. ഇതാണോ നാട്ടുകാരെ പ്രകോപിപ്പിച്ചത്?
തീർച്ചയായും നേരത്തെ കരാർ കമ്പനി, അതായത് അശോക ബിൽകോൺ ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുക്കുന്ന കരാർ കമ്പനിയുടെ അധികൃതർ സംസാരിച്ച ഘട്ടത്തിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നൊരു വാദം അവർ ഉയർത്തിയ ഘട്ടത്തിലാണ് വലിയ പ്രതിഷേധവുമായി നാട്ടുകാരെത്തിയത്. നിരവധി വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, അപകടങ്ങൾ കരാർ കമ്പനി ജീവനക്കാർ പറഞ്ഞത് കൂടി നമുക്ക് പ്രേക്ഷകരെ കേൾപ്പിക്കാം. അതാണ് നാട്ടുകാരെ പ്രകോപിപ്പിച്ചത്, ആ കരാർ കമ്പനിക്കാർ പറഞ്ഞതുകൂടി. അതായത് പ്രാഥമിക വിവരം അനുസരിച്ച് നമ്മളിത് സ്ലൈഡ് ചെയ്തതാണ്. സ്ലൈഡ് ചെയ്തിട്ട് ജാക്ക് ലിഫ്റ്റ് ചെയ്തിട്ടാണ് ഇത് ബിയറിങ്ങിലാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് ജാക്ക് ചെയ്ത് ബിയറിങ് വെക്കേണ്ട ടൈമാണ്. ആ ടൈമിൽ അത് ജാക്ക് ഫെയിലർ ആയെന്നാണ് കിട്ടിയിരിക്കുന്ന അറിവ്. ഇല്ല, അങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ല. ജാക്ക് ഹൈഡ്രോളിക് ജാക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ എന്താണ് നമ്മളത് നോക്കിയത്. ടെക്നിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാക്ക് ഫെയിലറാണ് വന്നിരിക്കുന്നതാണ്. അതിനെ അന്വേഷിക്കണം. എന്തായാലും നമ്മളിപ്പോൾ ആദ്യം പരിഗണന കൊടുത്ത് ഇവിടുന്ന് സാധനങ്ങൾ എടുത്ത് മാറ്റുക എന്നുള്ളതാണ്. അന്വേഷിച്ചിട്ട് ഇല്ലല്ല, അത് കടത്തി വിടാറില്ല. അത് ബിയറിങ്, അതായത് ലൊക്കേഷനിലെത്തി ബിയറിങ് വെക്കേണ്ട ടൈമിലാണ് വാഹനം കടന്നു പോയതാണ് അറിഞ്ഞത്. നിയന്ത്രണം അതെ, ഇത് പൂർണ്ണമായിട്ട് നമ്മൾ സ്ഥാപിച്ചെന്ന് പറഞ്ഞാൽ ലൊക്കേഷനിൽ അതിന്റെ പൊസിഷനിൽ വന്നതിന് ശേഷമാണ് വാഹനം. ഇല്ല, പ്രോസസ് അല്ല, ബിയറിംഗ് വെക്കേണ്ട ടൈമാണ്. അപ്പൊ അത് ആ സമയത്ത് വാഹനങ്ങൾ ഒരു വാഹനം കടന്നു പോയതായിട്ടാണ്. ഇല്ല, അങ്ങനെ ബ്ലോക്ക് ചെയ്യാറുള്ളതാണ്. അല്ല, ഇതും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വാഹനം എങ്ങനെ കടന്നു എന്നുള്ളത് അന്വേഷിക്കണം. അപകടങ്ങള് നമ്മുടെ കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ടുള്ള മരണങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഒന്ന് രണ്ട് നമ്മുടെ ഇന്റേണലായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ബാക്കിയുള്ള അപകടങ്ങളെന്ന് പറയുന്നത് നമ്മുടെ റോഡ് സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടുണ്ട്. 1-2 അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. കുറെ ഇല്ല, സ്ഥാപിച്ചെന്ന് പറഞ്ഞല്ലോ, അത് ജാക്കിലാണ് വെച്ചിരിക്കുന്നത്, വെക്കേണ്ടത്. ജാക്കിൽ വെച്ചിട്ട് അതിന്റെ അടിയിൽ ബിയറിങ് കയറ്റി വെക്കണം. ബിയറിങ് വെക്കുന്ന സമയത്ത് അധികൃതരുടെ പ്രതികരണം ഇതാണ്. അവിടെ വേണ്ടത്ര നിയന്ത്രണം ഉണ്ടായിരുന്നുവെന്ന് അശോക ബിൽഡേഴ്സിന്റെ ആളുകൾ പറയുന്നു. എന്നാൽ അങ്ങനെയല്ല എന്ന് നാട്ടുകാർ പറഞ്ഞു. ഈ നാട്ടുകാർ പ്രകോപിതരായത് ഈ കമ്പനി അധികൃതരുടെ വിശദീകരണം വന്നപ്പോഴാണ്. എന്തായാലും രാജേഷിന്റെ ജീവൻ നഷ്ടപ്പെട്ടു, അത് യാഥാർത്ഥ്യമാണ്. അവിടെ വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളോ നിയന്ത്രണങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വാസ്തവമാണെന്ന് നാട്ടുകാരും പറയുന്നു. ഈ അനാസ്ഥ ഇനി എത്ര ജീവൻ എടുക്കണം എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും ദേശീയപാത അതോറിറ്റി അതിന് മറുപടി പറഞ്ഞേ മതിയാകും.